ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേരള മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ കുറച്ച് ബേസിക്സ് ആണ്. മ്യൂറൽ പെയിൻറ്റിങ്സിൽ താല്പര്യമുള്ളവർക്കും തുടക്കക്കാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇതിനു മുന്നേ ഞാൻ കുറച്ച് മ്യൂറൽ പെയിൻറ്റിങ്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി പോയി കാണുക. മ്യൂറൽ പെയിൻറ്റിങ്സ് ചെയ്യുന്നതിനെ പറ്റി ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒരു വീഡിയോ പോലും മിസ്സാവാതെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ആദ്യം തന്നെ മ്യൂറൽ പെയിൻറ്റിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചുവർ ചിത്രം, അതായത് ചുവരിൽ വരയ്ക്കുന്ന ചിത്രം, അതിനെയാണ് മ്യൂറൽ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കേരള മ്യൂറൽ പെയിൻറ്റിംഗ് ആണ് നോക്കുന്നത്. കേരള മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കേരള മ്യൂറൽ പെയിൻറ്റിംഗ്. പണ്ട് കാലത്ത് അമ്പലങ്ങളിലും കൊട്ടാരങ്ങളിലൊക്കെ നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്സ് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മൾ വാളിൽ മാത്രമല്ല പല ടൈപ്പ് മെറ്റീരിയൽസിൽ വാൾ പെയിൻറ്റിങ് ചെയ്യാറുണ്ട്, മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാൻവാസിൽ, ബോട്ടിൽ, വുഡ്, ഗ്ലാസ്, ക്ലോത്ത്, അങ്ങനെ പല ടൈപ്പ് മെറ്റീരിയൽസിൽ നമ്മളിപ്പോൾ മ്യൂറൽസ് പെയിൻറ്റിങ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മ്യൂറൽ പെയിൻറ്റിങ്സിൽ നമ്മൾ കൂടുതലും ദൈവങ്ങളുടെ പടങ്ങളാണ് വരയ്ക്കുന്നത്. കൂടാതെ പുരാതന കാലത്തെ ഏതെങ്കിലും ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് വരയ്ക്കും. പിന്നെ ധ്യാനശ്ലോകങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ്സ് വരയ്ക്കാറുണ്ട്. ഇനി നമുക്ക് കേരള മ്യൂറൽ പെയിൻറ്റിങ്സ് ചെയ്യാൻ ഏതൊക്കെ കളേഴ്സും ഏതൊക്കെ ബ്രഷുകളുമാണ് ആവശ്യമെന്ന് നോക്കാം. ആദ്യം നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ ഏതൊക്കെ ബ്രഷുകൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഇത്രയും ബ്രഷാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാം സാധാ ബ്രഷാണ്, പല സൈസിലുള്ള ബ്രഷുകളാണിത്. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് 000 ലോങ് ഹെയർ ബ്രഷാണ്. ഈ ബ്രഷിൽ വളരെ കുറച്ച് ബ്രിസിൽസ് മാത്രമേ ഉള്ളൂ. ടിപ്പൊക്കെ നല്ല പോയിൻറ്റഡ് ആണ്, വളരെ തിന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രഷ് വളരെ തിൻ ലൈൻസും ബ്ലാക്കും റെഡും ഔട്ട്ലൈൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ബ്രഷ് നോക്കാം. ഇത് 6 മുതൽ 10 വരെയുള്ള സൈസ് ബ്രഷുകളാണ്. എല്ലാം ലോങ് ഹെയർ ബ്രഷാണ്. ഈ ബ്രഷുകളൊക്കെ നമുക്ക് യെല്ലോ, റെഡ് വാഷിങ്, അതുപോലെ ഷെയ്ഡിങ്ങിനുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ സൈസിനനുസരിച്ച് വേണം ഈ ബ്രഷിൻ്റെ സൈസൊക്കെ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയും ബ്രഷുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കളേഴ്സ് ഏതൊക്കെയാണ് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് നോക്കാം. പഞ്ചവർണ്ണങ്ങൾ, അതായത് 5 കളേഴ്സാണ് നമ്മൾ കേരള മ്യൂറൽ പെയിൻറ്റിങ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ 5 കളേഴ്സിൻ്റെ പല കോമ്പിനേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ലൈറ്റും ഡാർക്കും ഷെയ്ഡ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 5 കളേഴ്സ് യൂസ് ചെയ്യുന്നത് റെഡ്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ, പിന്നെ ബ്ലാക്ക്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് കളേഴ്സ് പറയുകയാണെങ്കിൽ സ്കാർലറ്റ് ലേക്ക്, ബേൺ സിയന്ന, യെല്ലോ ഓക്കർ, സാപ്പ് ഗ്രീൻ, പ്രഷ്യൻ ബ്ലൂ, പിന്നെ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ യൂസ് ചെയ്യും. റെഡ് കളർ കിട്ടാനായിട്ട് നമ്മൾ ഈ 2 കളേഴ്സാണ് മിക്സ് ചെയ്യുന്നത്, സ്കാർലറ്റ് ലേക്കും ബേൺ സിയന്നയും. റെഡ് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് നമ്മൾ ഈ 2 കളേഴ്സും 1:1 റേഷ്യോയിലാണ് മിക്സ് ചെയ്യുന്നത്. ഇനി റെഡ് വാഷാണ് അല്ലെങ്കിൽ ഷെയ്ഡിങ് ആണ് ചെയ്യുന്നതെന്ന് ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ 60% സ്കാർലറ്റ് ലേക്കും ഒരു 40% ബേൺ സിയനയാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബേൺ സിയന ഇല്ലെങ്കിൽ ബേൺ അംബർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് യെല്ലോ ഓക്കറും കൂടി ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് യെല്ലോ ഓക്കറും കൂടി മിക്സ് ചെയ്യേണ്ടി വരും. അതുപോലെ നിങ്ങൾക്ക് ഏത് റെഡ് വേണമെങ്കിലും എടുക്കാം, വെർമിലിയനോ ഏത് റെഡ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന കളറും ഈ സ്കാർലറ്റ് ലേക്ക് ബേൺ സിയന മിക്സ് ചെയ്ത് കിട്ടുന്ന കളറും ആ 2 കളറും സെയിം ആയിരിക്കണമെന്ന് മാത്രം. ഇനി യെല്ലോ വാഷിന് യൂസ് ചെയ്യുന്നത് യെല്ലോ ഓക്കറാണ്. വേറെ ഷെയ്ഡ്സ് യെല്ലോ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. അത് ലെമൺ യെല്ലോ ആണ്, ഇന്ത്യൻ യെല്ലോയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മെയിനായിട്ട് നമുക്ക് യെല്ലോ ഓക്കറാണ് വേണ്ടത്. ഇനി ഗ്രീനിന് നമ്മൾ എടുക്കുന്നത് സാപ്പ് ഗ്രീൻ ആണ്.
ഈ ഗ്രീനിൻ്റെ കൂടെ യെല്ലോ ഒക്കറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലൈറ്റും ഡാർക്കും ഷെയ്ഡ്സും ഒക്കെ കൊടുക്കുന്നത്. ബേസ് കളർ കൊടുക്കാനായിട്ട് നമ്മളൊരു 60% യെല്ലോ ഒക്കറും ഒരു 40% സാപ്പ് ഗ്രീനും എടുത്താൽ മതി. ഇനി ഷെയ്ഡിങ് ആണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഒരു ഡാർക്കർ കളർ വേണം. അപ്പോൾ അതിന് നമ്മൾ സാപ്പ് ഗ്രീനും ബേൺ ചെയ്യുന്നതും കൂടി മിക്സ് ചെയ്തിട്ട് 1:0.5 റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ബ്ലൂ കളറിന് നമ്മൾ പ്രഷ്യൻ ബ്ലൂ ആണ് എടുക്കുന്നത്. ഇനി ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഔട്ട്ലൈൻ കൊടുക്കാനായിട്ട് നമ്മൾ ബ്ലാക്കാണ് എടുക്കുന്നത്. ഇന്ത്യൻ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കേരള മ്യൂറൽ പെയിൻറ്റിങ്, ഏതൊക്കെ ബ്രഷും കളേഴ്സും ആണ് കേരള മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് കേരള മ്യൂറൽ ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.